നിങ്ങൾ എന്തെങ്കിലും ആൾക്കാർ, നിങ്ങൾ നിസ്കാരം അറബിയിലാണല്ലോ, ബാങ്ക് അറബിയിലാണല്ലോ, പിന്നെന്താ ഖുത്ബ അറബിയിൽ നടത്തിക്കൂടെ? സഹോദര, ഖുത്ബ ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകണം, അവരുടെ ഭാഷയിലാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ഫുൾ അറബിയിലാ. റോഡിലിറങ്ങി സംസാരിച്ചത് അറബിയിലാ. ആളുകളോട് മുഴുവൻ ഇടപെട്ട അറബിയിലാ. അവർക്ക് അറബിയിൽ പറഞ്ഞാൽ അപ്പൊ ക്ലിയർ ആയിട്ട് അങ്ങനെ ഉപദേശം അവർക്ക് മനസ്സിലാകുമായി. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിചാരിച്ചെന്തറിയോ, നമ്മുടെ പള്ളിയിൽ ഇപ്പൊ അറബിയിൽ ഓതുന്ന ഖുത്ബ നബി ഓതിയ ഖുത്ബ എന്നാ വിചാരിക്കുന്നത്. സാധുക്കളെ, അത് ഈജിപ്തിലുള്ള ഇബ്നു നബാത്യ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നല്ല ഖുത്ബ നടത്തിയതാണ്. അത് ആ കാലഘട്ടത്തിലെ ഖുത്ബയാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ പള്ളിയിൽ നെല്ലിക്കുത്തിന്റെ ഒരു ഖുത്ബ വേറെ ഉണ്ട്, ആ പള്ളിയിൽ വേറെ ഖുത്ബയാണ്. അത് നബിന്റെ ഖുത്ബ എന്നല്ല. അപ്പൊ വെറുതെ ആളുകളോട് ബേജാറാക്കിയിട്ട് പറയാം, അല്ലോ മലയാളത്തിലെ ഖുത്ബയുള്ള പള്ളിക്ക് പോയാല് പിന്നെ നിങ്ങൾ വേറെ നിസ്കരിക്കണം കേട്ടോ. കാരണം മലയാള പള്ളിയിൽ പോയാല് വേറെ ചില പള്ളിയൊക്കെ പൂട്ടേണ്ടി വരും, ചില പള്ളികളൊക്കെ വരുമാനം പോകും, ചില മക്കാമുകളും ദർഗകളും ഒക്കെ അവിടുത്തെ ആൾക്കാരനെ അടിയെടുത്ത് അടിച്ച് തകർക്കാൻ തുടങ്ങി. നമ്മൾ പോണ്ട. ആൾക്കാർക്ക് ബോധം വന്നു, ഇത് 2024, 1924 അല്ല. ആൾക്കാർ കേൾക്കുന്നവരാണ്. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം നാളെ ലോകത്തെ എവിടെ കിടക്കണമെന്നറിയില്ല. ഫിൻലൻഡിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, നിങ്ങളുടെ സംസാരത്തിലെ ഇന്ന കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അയർലൻഡിൽ നിന്നൊരു കുടുംബം വിളിച്ചു, കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് ആ സംസാരത്തിലാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ. ലോകത്തിന്റെ മൂലയിലിരുന്ന് മലയാളി മനസ്സുകൾ ഇസ്ലാമിനെ പഠിക്കാൻ, സാഗൂതം ജുമുഅ ഖുത്ബകൾ കേൾക്കാൻ, വാട്സ്ആപ്പ് മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിലൂടെ പാവങ്ങളായ മനുഷ്യർ ദീന് പഠിക്കാൻ തുടങ്ങി. അത് പഠിക്കാതിരിക്കണമെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തണം. എന്താ, നിങ്ങളുടെ ഖുത്ബ ശരിയായിട്ടില്ല, കാരണങ്ങൾ അറബിയിലല്ല എന്നൊരു ഒച്ച കേട്ട് എണീറ്റ് പോകുക. നിങ്ങൾ 1000 കൊല്ലം ഈ പള്ളിയിൽ പോയിരുന്നാലും നിങ്ങളുടെ സിഗരറ്റ് വലി മാറ്റൂല, മുഖത്ത് താടിരോമങ്ങൾ വരൂല, കച്ചവടത്തിലെ ഹറാമ് നിർത്തൂല, നാട്ടിലെ കല്യാണ വിവാഹ രംഗത്തിലെ പേര് അവസാനിക്കൂല. ജനങ്ങൾ മുമ്പിലിരിക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കപ്പോഴാ എല്ലാവരും എണീറ്റ് പോയതിനു ശേഷം കുറച്ച് വയസ്സന്മാര് മാത്രം ഇരിക്കും. അവരോട് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? ഇതാണ് നമ്മളെ മഹലിൽ നടക്കുന്നത്. ഇത് തിരുത്തണം. ഇത് റസൂലിന്റെ മാതൃകക്ക് എതിരല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏത് കാര്യങ്ങൾ എടുത്താലും ആ പ്രവാചകന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? നബി സംസാരിച്ച വിഷയം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നബി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായി അനുസരിക്കണം, അംഗീകരിക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖുത്ബയുടെ വിഷയത്തിൽ മഹല്ലി പരിഭാഷ എന്ന സുന്നി കിതാബിൽ അതിന്റെ 2ാം വാള്യം 304 പറയുന്നു, മലയാളത്തിലാണ് ഖുത്ബ പരിഭാഷപ്പെടുത്തിയ പ്രശ്നം. മഹല്ലി പരിഭാഷയുണ്ട്, അതിൽ പറയുന്നു ഖുത്ബ ചമൽക്കാരപൂർണവും മാന്യവും അതിന്റെ വാക്കും ആശയങ്ങളും സ്ഫുടവും ആയിരിക്കൽ സുന്നത്താണ്. നല്ല മാന്യായി, നല്ല ആശയമുള്ള, നല്ല സ്ഫുടമായതാവണം. എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുകയുള്ളൂ. അല്ലാതെ അറബിയിൽ കുറെ ഒച്ചുണ്ടാക്കിയതുകൊണ്ട് ഹൃദയത്ത് കയറൂല. ലളിതവും മടുപ്പിക്കുന്നതോ കടുകട്ടിയുള്ള പദങ്ങളില്ലാത്തതുമായിരിക്കണം. കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. എന്താ വേണ്ട? മഹല്ലി പരിഭാഷ പള്ളി ദർസിൽ ഓതുന്ന കിതാബാണ്. ആ കിതാബിലുണ്ട്.